ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് എല്ലാവർക്കും. ഞാൻ മുന്നേ ഇട്ട വീഡിയോ ഇന്നത്തെ അല്ല കേട്ടോ, അത് 2-3 ദിവസം മുന്നേ ഉള്ളതാണ്. ആ ബീഫ് ഫ്രൈ ചെയ്തത് ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച എയർ ഫ്രയർ വാങ്ങിയതല്ലേ, അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന്. ഫ്രൈ ചെയ്യാൻ മീൻസ് സാധാരണ നമ്മളെ കൂട്ടൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പിന്നെ ജീരകപ്പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും നമ്മളെ ഓർഗാനോലും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തൈരും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. ഞാൻ തൈര് മറന്നുപോയി. എന്നിട്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി ജസ്റ്റ് ചതച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്ത് ഒരു മണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തതിനാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ച് ആ ടൈമിൽ ഞാൻ പോയിട്ട് കുറച്ച് ഷമാമ് ഷേക്ക് അടിച്ചു കേട്ടോ. കാരണം ഷമാമ് ഉണ്ടായിരുന്നു വീട്ടിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ഷമാമ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഷമാമാണ് കണ്ണൂരൊക്കെ കിട്ടാറ്. ഇത് ചെറിയ ഷമാമ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ വെള്ള കളർ എടുത്താൽ കഴിക്കുമെന്നൊക്കെ പറയുന്നേക്കാം. പക്ഷേ ഞാനിത് നോക്കിയപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ വെള്ളം അധികം എടുക്കാൻ തന്നിട്ടില്ല. ആ കളറുള്ള ഭാഗം മാത്രം എടുത്തിട്ട് സ്പൂണ് കൊണ്ട് ചിരണ്ടി എടുത്ത്, അത് പിന്നെ പാൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പാൽ അന്നേരത്തെ ഒരു ഹാഫ് പാലുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഷേക്കും അടിച്ചു കേട്ടോ. ഈ ജ്യൂസ് എല്ലാവരും പറയുന്നതൊക്കെ ഇത് അടിച്ചാൽ അപ്പം തന്നെ ഷേക്കായാലും ജ്യൂസായാലും അപ്പം തന്നെ കുടിക്കണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പോലെ. ഇത് മുറിച്ചിട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നെല്ലാം പറയുന്നതൊക്കെ. ഞാൻ പിന്നെ ഇത് കിട്ടിയപ്പോഴെല്ലാം മുറിച്ചിടുമ്പോൾ തന്നെ കഴിക്കാറുമുണ്ട്, ഷേക്ക് അടിച്ചപ്പോഴാണ് കുടിക്കാറുമുണ്ട്. അതുകൊണ്ട് എനിക്കിതുവരെ ഇതിൻ്റെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ഷേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മളെ ചിക്കൻ ഫ്രൈയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈൻ്റെ അപ്പുറം ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും മുറിച്ചിട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ആ മസാലയിലിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് അലുമിനിയം ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ രണ്ടും ഒരുമിച്ച് അങ്ങ് ഫ്രൈ ആയിക്കോളുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഉരുളക്കിഴങ്ങും ചിക്കൻ ഫ്രൈയും, എന്നാൽ പിന്നെ ചോറാക്കാണ്ട് ചപ്പാത്തിയാക്കാം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് ചപ്പാത്തിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഇതാ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടതൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 24-25 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ടൈം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ 180 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചത്. കണ്ടോ, നമ്മൾ സ്ക്രീനിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ചിക്കൻ എത്തി നോക്കുന്നു അതിൻ്റെ ഉള്ളിലോട്ട്. അങ്ങനെ ചിക്കൻ അവിടെ ആവുന്നുണ്ട് കേട്ടോ. 9 മിനിറ്റായി. 9 മിനിറ്റ് ആയപ്പോൾ നമ്മൾ അതെടുത്തിട്ട് മറിച്ചിട്ട് കൊടുത്ത്. കാരണം 9 ഞാൻ 12 മിനിറ്റിൽ 9 മിനിറ്റിലാണ് നമ്മൾ മറിച്ചിട്ട്. കുറച്ച് ലേറ്റായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. 10 മിനിറ്റിൽ മറിച്ചിടേനു. അതിൽ ഫുഡ് ടേൺ എന്ന് പറഞ്ഞിട്ട് വരും. ആ ഒരു ഓപ്ഷൻ വന്നത് 10 മിനിറ്റിലായിരുന്നു വന്നത്. അന്നേരം നമ്മൾ പോയി മറിച്ചിട്ടത്. ഞാൻ ആദ്യം 24 എന്ന് പറയുമ്പോൾ 12 മിനിറ്റ് കണക്കാക്കിയിട്ട് മറിച്ചിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൽ ഫുഡ് ടേൺ വന്നത് ഈ ഒരു ടൈമാണ്. അതുകൊണ്ട് നമ്മൾ ആ ടൈം പോയിട്ട് മറിച്ചിട്ട്, എന്നിട്ട് ഇപ്പം മറിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ഓക്കെ എല്ലാം റെഡിയായിട്ട് നമ്മൾ തിന്നാനിരിക്കുവാണ്. നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനും അടിപൊളിയാണ്. അപ്പോൾ അത്രയും. ടാറ്റ ബൈ ബൈ, സീ യു.